ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ 7 Pro ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ലാസ്റ്റ് വീക്ക് അവരൊരു സെയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ 10% SBI കാർഡിൻ്റെ ഡിസ്കൗണ്ടും കിട്ടി. ഇത് 6GB വേരിയൻ്റ് ആണ്. 6GB 128GB വേരിയൻ്റ് ആണ്. മിറർ ബ്ലൂ കളറാണ് ഞാൻ മേടിച്ചത്. ഇതിന് 20,000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ വില. എനിക്ക് അന്നത്തെ ഓഫറിൽ 17,750 കിട്ടി. കാരണം 10% ഡിസ്കൗണ്ട്, മാക്സിമം 1,250 രൂപ വരെ ആ ക്രെഡിറ്റ് കാർഡിന് ഓഫർ ഉണ്ടായിരുന്നു. 17,750 എനിക്ക് സാധനം കിട്ടി. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിലെ കണ്ടൻസ് നോക്കി നോക്കാം. അതിനുശേഷം ഫോൺ എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ നോക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. റിയൽമി 7 Proയുടെ ഫ്രണ്ടിൽ സൽമാൻ ഖാൻ്റെ ഒരു സൈനും ഉണ്ട്, പിക്ചറും ഉണ്ട്. 7 Pro എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 7 Pro എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇവിടെ റിയൽമിയുടെ ലോഗോ. ഏറ്റവും അടിയിലാണ് പ്രൈസ്, മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, ക്യാമറയുടെ ഡൈമെൻഷൻസ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇത് ഏകദേശം 182 ഗ്രാം ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ഇതിൻ്റെ കണ്ടൻസ് ഒക്കെയാണ്. ബാക്കി വിലയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഏറ്റവും ബാക്കി കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ്. 64 MP ക്വാഡ് ക്യാമറ. അപ്പോൾ ഇതിലുള്ളത് 65 വാട്ട് സൂപ്പർ ഡാറ്റ് ചാർജാണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ചാർജ് ആവുമെന്നാണ് പറയുന്നത്. 35 മിനിറ്റ് കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് സ്നാപ്ഡ്രാഗൺ 720G ഗെയിമിംഗ് പ്രൊസസ്സറാണ് ഇതിപ്പോൾ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ അൺബോക്സിങ് നൈഫ് കൊണ്ട് കുറേ നാളായി ഒരു മൊബൈൽ അൺബോക്സ് ചെയ്തിട്ട്. ബോക്സ് ഓപ്പണാക്കി ഏറ്റവും ഫ്രണ്ടിൽ ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. എടുത്ത് നോക്കാം. അതിൻ്റെ വിചാരിച്ച പോലെ തന്നെ TPU കേസാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം X3 സൂപ്പർ സൂം എടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോഴും ഏകദേശം സെയിം ക്വാളിറ്റിയുള്ള TPU കേസാണ്. ബേസിക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നീട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കേസ് വാങ്ങേണ്ടി വരും. ജസ്റ്റ് സ്റ്റാർട്ടിന് ഉപയോഗിക്കാൻ പറ്റും. മൊബൈൽ എടുത്ത ഉടനെ പുതിയ കേസ് തരുന്ന വരെ. ഫോൺ തേരിക്കണം. ഓക്കെ. ഈ മൊബൈലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അണ്ടർ സ്ക്രീനാണ്, ബാക്കിലല്ല. ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം. ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജറാണ്. 65 വാട്ട് സൂപ്പർ ഡാറ്റ് ചാർജറാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അരമണിക്കൂർ കൊണ്ട്, അതായത് 35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് USB-C ടൈപ്പ് ചാർജറാണ്, ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അതിപ്പോൾ എല്ലാ റിയൽമി സ്മാർട്ട് ഫോൺസിനും ഈ സെയിം ഓറഞ്ച് തീമുള്ള USB-C ടൈപ്പ് കേബിൾ തന്നെയാണ് കിട്ടുന്നത്. ഇതും മാറ്റി വയ്ക്കാം. സിം ഇജക്ടറേറ്റ് റൂള്. ഇതിലുള്ള ഗൈഡ്സ് എന്ന് പറയുന്നത് റിയൽമിയുടെ സേഫ്റ്റി ഗൈഡ്, പിന്നെ TUV റെയിൻ ലൈൻ സ്മാർട്ട് ഫോൺ റിലയബിലിറ്റി വെരിഫിക്കേഷൻ്റെ അതിൻ്റെ ഈ സ്മാർട്ട് ഫോൺ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നിർബന്ധത്തിൻ്റെയും, പിന്നെ ക്വിക്ക് സാഡ് ഗൈഡും. നമുക്കിനി ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന കളർ മിറർ ബ്ലൂ ആണ്. നല്ല അടിപൊളി ഫിനിഷിങ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഗ്ലേസിംഗ് ആണ്. ഒരു ലൈൻ പോയിട്ട് 2 സെപ്പറേഷൻ പോലെ കൊടുത്തിട്ടാണ് ഒരു ഗ്ലേസിങ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കാണ്, ഗ്ലാസ് അല്ല ബാക്ക് സൈഡ്. പിന്നെ നന്നായിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കേസ് ഇട്ട് മാത്രം ഉപയോഗിക്കുക. ബാക്കിലുള്ളത് ക്വാഡ് ക്യാമറയാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ളത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലാണ് പഞ്ച് ഹോൾ ക്യാമറ 32 MP. അതേപോലെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അടിയിൽ C ടൈപ്പ് ചാർജിങ്, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് മുകളിലും താഴെയായിട്ടുള്ളത്. പിന്നെ 3.5mm ജാക്ക്, ഫസ്റ്റ് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കുമാണ് മുകളിലുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും കോൾസൊക്കെ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ്. പിന്നെ ഈ കാണുന്നതാണ് സിം ട്രേ. നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഡുവൽ സിമ്മാണ് ഇതിലുള്ളത്. രണ്ടും 4G സപ്പോർട്ട് ചെയ്യുന്നതാണ് സിം. ഡുവൽ സിമ്മും അതേപോലെ തന്നെ മൈക്രോ SD കാർഡ് സപ്പോർട്ടും. അപ്പോൾ രണ്ടും 4G സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഏത് സിം ഏത് ട്രെയിലിട്ടാലും കുഴപ്പമില്ല 4G നെറ്റ് ഉപയോഗിക്കാനായിട്ട്. ഇത് പവർ ഓൺ ചെയ്ത് ബാക്കി സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. റിയൽമി 7 Proയിൽ യൂസ് ചെയ്തേക്കുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ്. ഇത് 8nm ഗെയിമിംഗ് പ്രൊസസ്സറാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഗെയിംസ് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഈ മോഡലിലുള്ളത് 6.4 ഇഞ്ച് ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. 90 Hz ആണ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ്. ഈ മോഡലിലുള്ളത് 64 MP AI ക്വാഡ് ക്യാമറയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലെ മെയിൻ ക്യാമറയുടെ സെൻസർ സോണി IMX682 ആണ് 64 MP. അതല്ലാതെ 8 MP അൾട്രാ വൈഡ് ലെൻസും 2 MP മാക്രോയും 2 MP പോർട്രേറ്റ് ലെൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 32 MP ഇൻ ഡിസ്പ്ലേ സെൽഫിയാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 4500 mAh ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 65 വാട്ട് സൂപ്പർ ഡാറ്റ് ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 100% ചാർജ് ആവും 34 മിനിറ്റിനുള്ളിൽ. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്, ഹൈറസും സപ്പോർട്ടും ഉണ്ട്. റിയൽമി 7 Pro 2 വേരിയൻ്റ് ആണ് അവൈലബിൾ. 6GB + 128GB സ്റ്റോറേജും 8GB + 128GB സ്റ്റോറേജും. ഇത് 6GB വേരിയൻ്റ് ആണ്. ഇതിന് 20,000 രൂപയാണ്. 8GB വേരിയൻറ്റിന് 22,000 രൂപ വരും.
2 കളേഴ്സാണ് അവൈലബിൾ, മിറർ സിൽവറും മിറർ ബ്ലൂ. ഫോൺ അപ്പോൾ ബൂട്ടപ്പ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സ്മൂത്താണ് UI. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സ്ക്രീനിനുള്ളത്. വളരെ ബ്രൈറ്റ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ്. സൂപ്പർ AMOLEDൻ്റെ ആ ഒരു ക്ലാരിറ്റി അതെല്ലാം ഉണ്ട്. ഫുൾ ബ്രൈറ്റ്നസ് പോലില്ല, ഹാഫ് ആയിട്ടുള്ളൂ. ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ ഭയങ്കര ബ്ലറായിരിക്കും. ഇപ്പോൾ ഞാനൊരു മീഡിയത്തിൽ ഇട്ടിട്ട് എല്ലാം കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൊസസ്സറും സ്റ്റോറേജ് ഡീറ്റെയിൽസൊക്കെ നോക്കിയാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്സുകൾ എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. റിയൽമിയുടെ കുറച്ച് ആപ്സുകളായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. ഡിവൈസ് 7 Pro, ആൻഡ്രോയിഡ് 10 ആണ് വേർഷൻ, റിയൽമി UI വേർഷൻ 1 ആണ്, ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G ഒക്ടാ കോർ പ്രൊസസ്സറാണ്. അതായത് ഗെയിമിങ്ങിന് വേണ്ടി ഉള്ള പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറാണ്. 128 GB 113 GB അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി 15 GB കുറവാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. അപ്പോൾ നമുക്ക് പല ഡിവൈസസിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ അണ്ടർ സ്ക്രീനാണല്ലോ ഫിംഗർ പ്രിൻറ്റ് ലോക്ക്, നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് എത്ര ഫാസ്റ്റ് ആണെന്ന് നോക്കി നോക്കാം. ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, ഒരു പ്രാവശ്യം സ്ക്രീൻ വേക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഫിംഗർ പ്രിൻറ്റ് ഭയങ്കര ഫാസ്റ്റാണ് അൺലോക്കിന് വേണ്ടിയിട്ട്. ഇതിന് ഫേസ് ലോക്കും ഉണ്ട്. ഇത് കൂടാതെ ഫിംഗർ പ്രിൻറ്റ് കൂടാതെ ഫേസ് അൺലോക്കും ഉണ്ട്. അത് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രീനും ഡിസ്പ്ലേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഓവറോൾ എഡ്ജ് ടു എഡ്ജ് സ്ക്രീനാണുള്ളത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എഡ്ജാണ്. ഈ അടിയിൽ മാത്രമാണ് ഇത്തിരി ബെസലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. AMOLED ഡിസ്പ്ലേ കാരണം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. നമുക്കൊരു വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഡിവൈസ് സ്റ്റോറേജ് 64 GB വേർഷനാണ് 7 Proയുടെ. ഇതിൽ 8.37 GB അവൈലബിൾ ആണ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നോക്കി നോക്കാം. ഇതിൽ റൺ ചെയ്യുന്നത് MIUI 11 ആണ്. സ്ക്രീനൊക്കെ വളരെ ബ്രൈറ്റ് ആണ്. ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ മിസ്റ്റർ റാട്ടർ എന്നുള്ള ലോഗൊക്കെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റും. സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടോ. അപ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. സ്റ്റീരിയോ കാരണം നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കറാണ്. ഞാൻ ഫുൾ സൗണ്ട് വെച്ചിട്ട് പോലും ഒരു തുള്ളി കരകരപ്പൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്യാമറ കൂടെ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ബ്ലാക്സ് നല്ല കിടില കറക്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ മിസ്റ്റർ റാട്ടറിൻ്റെ ലോഗോ വരുന്ന ഭാഗമൊക്കെ നല്ല ക്രിസ്പായിട്ടുള്ള ബ്ലാക്കാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഒരു രക്ഷയില്ല. അതായത് വീഡിയോസ് വാച്ച് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ ഗെയിംസ് കളിക്കാനാണെങ്കിലും ഇത് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഗെയിംസും അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഈ മൊബൈലിൽ യൂസ് ചെയ്തേക്കുന്നത് ഡുവൽ ഫ്രീക്വൻസി വൈഫൈ ആണ്. അതുകൊണ്ട് GPS, അതായത് ഗൂഗിൾ മാപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കും GPS പൊസിഷനൊക്കെ. ഇതല്ലാതെ ഇവർ GPS വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ISR വികസിപ്പിച്ചെടുത്ത നാവിക്കം GPS സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. കൂടാതെ ഈ മൊബൈൽ സ്പ്ലാഷ് പ്രൂഫാണ്. അതുകൊണ്ട് ചെറിയ വെള്ളം ഒന്നും വീണാലും, അതായത് കൈ കഴുകുമ്പോഴൊക്കെ ജസ്റ്റ് വെള്ളം വീണാലും പിന്നെ ചെറിയ മഴയിലൊക്കെ വെള്ളം വീണാലും അധികം ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. 153 ഗ്രാം ഭാരമുണ്ടെങ്കിലും ആ വെയിറ്റ് ഒന്നും ഈ ഒരു മൊബൈലിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നല്ല ഹാൻഡ് ഗ്രിപ്പ്, നല്ലതായിട്ട് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ബാക്കിൽ അത്യാവശ്യം ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും നന്നായിട്ടുള്ള ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ കൈ പിടിക്കുമ്പോഴും നല്ല സുഖമുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ കറക്റ്റാണ്, എൻ്റെ വിരലിൻ്റെ കറക്റ്റ് മോള് വരെ എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, വീഡിയോ എടുക്കുമ്പോഴുള്ള ക്വാളിറ്റി എങ്ങനെയുണ്ട്, സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്, പിന്നെ ഇൻറ്റേർണൽ മൈക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെക്കോർഡ് ചെയ്യുന്നത് നോർമൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ബാക്കിലെ ഓഡിയോ കേൾക്കുന്നത് ഇതിൻ്റെ ഇൻബിൽഡ് മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടാണ്. ഒരു സ്റ്റെബിലൈസേഷനൊന്നും യൂസ് ചെയ്തിട്ടില്ല. സ്റ്റെബിലൈസേഷൻ അൾട്രാ വൈഡ് മോഡിൽ കിട്ടില്ല. നോർമൽ ക്യാമറ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയുള്ള റൂട്ടിൽ കൂടെ നടക്കണം. ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ ബൊക്കെ മോഡ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഒരു എഫക്റ്റ് ഇതിൽ ആഡ് ചെയ്യാതെ ഇതേപോലെ തന്നെ ഈ ഫുട്ടേജ് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്.
ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻബിൽഡ് സ്ക്രീൻ റെക്കോർഡറിനെ വെച്ചിട്ടാണ്. അതിൻ്റെ ഇത് ഓൺ ചെയ്തിട്ട് ഞാൻ ക്യാമറയിൽ കുറച്ച് സെറ്റിങ്സ് കാണിച്ചു തരാണ്. ഇതിൽ എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞൊരു മോഡും കൂടി ഉണ്ട്. ഇതല്ലാതെ പാനോറമയാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത്. സ്ലോ മോഷൻ അവൈലബിൾ ആണ്, മൂവി അവൈലബിൾ ആണ്. ഇതന്നെ ഫ്രണ്ട് ക്യാമറയിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ സെലക്ട് ചെയ്യാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ മോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ലാപ്സ്, പാനോ, സ്ലോമോ മാത്രമേ ഓപ്ഷനുള്ളൂ. അതുതന്നെ പോർട്രേറ്റ് മോഡിലും ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. വേറൊരു ഇതില്ല, ബ്യൂട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് AI വെച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ ബാക്ക് ക്യാമറയിൽ ഈ ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. പോർട്രേറ്റ് മോഡിൽ ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അതല്ലാതെ ബാക്ക് ക്യാമറയിലും അവൈലബിൾ ആണ്. നമുക്ക് എക്സ്പേർട്ട് ഓപ്ഷനിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൽ കുറച്ച് സെറ്റിങ്സ് മാറ്റി എടുത്തിട്ട് ഇതെൻ്റെ വീട് തന്നെയാണ് കാണുന്നത്. വീണ്ടും മുമ്പത്തെ റോഡാണ്. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അത് ഞാൻ മാനുവലാക്കിയിട്ടാണ് എല്ലാം. എന്നുള്ളത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാം മാനുവലായി. ഇത് കണ്ടോ, നമുക്ക് വൈറ്റ് ബാലൻസ് മാറ്റുമ്പോൾ വാം, കൂള്, ലൈറ്റ് ഇതിലേക്ക് മാറ്റാൻ പറ്റും. ഷട്ടർ സ്പീഡ് മാറ്റാനനുസരിച്ച് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ IS എപ്പോഴും 100 വയ്ക്കാണ് നല്ലത്. അപ്പോൾ ഏറ്റവും കുറവ് ഗ്രെയിൻസേ ഉണ്ടാവില്ല. പിന്നെ ഓട്ടോ ഫോക്കസ് മാറ്റിയിട്ട് നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് മാറ്റാം. അപ്പോൾ ഇന്നർ റേഞ്ചിലുള്ളതൊക്കെ ഫോക്കസിലാക്കിയിട്ട് ബാക്കി ബ്ലറിലേക്ക് ആക്കാം. ഇപ്പോൾ ബാക്കിലുള്ളത് ബ്ലറാണ്, ഇപ്പോൾ ഫ്രണ്ടിലുള്ളത് ഫോക്കസിലായി. അതേപോലെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് അങ്ങനെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നന്നായിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊക്കെ താല്പര്യമുള്ളവർക്കാണ് വളരെ നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ വാം ടോണിൽ എടുക്കാൻ പറ്റും, കൂൾ ടോണിൽ എടുക്കാൻ പറ്റും. പിന്നെ EV മാറ്റുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇതല്ലാതെ റോ മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് അൾട്രാ വൈഡ് ആംഗിളിലും ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ അൾട്രാ വൈഡാണ്. ഇതിലും നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. എന്താ പറയുക, മാനുവലായിട്ട്. അതിൽ ഓട്ടോ ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വൈറ്റ് ബാലൻസ്, ഷട്ടർ, IS ഓൺ, പിന്നെ EVയും കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ വീഡിയോ മോഡാണ്. വീഡിയോ മോഡിലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 FPS ഡിഫോൾട്ടായിട്ട് റെക്കോർഡ് ആവാം. മാറ്റിയിട്ട് 30 FPS വേണമെങ്കിൽ ആക്കാം. ഫുൾ HD ഉണ്ട്, 4K ഉണ്ട്. 4Kയിൽ 30 FPS മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ. ഫുൾ HDയിൽ 60 FPS വരെ ഷൂട്ട് ചെയ്യാം. 720p അത് പറ്റും. ഇതല്ലാതെ നമുക്ക് എൻകോഡിങ് കോഡൊക്കെ മാറ്റിയിട്ട് H.265 ആക്കാം. കാരണം ഇത് കുറച്ചുകൂടി സൈസ് കുറയും, പക്ഷേ ക്വാളിറ്റി കൂടും. പക്ഷേ ഇതെല്ലാ ഡിവൈസിലും സപ്പോർട്ടല്ല, ലേറ്റസ്റ്റ് ഡിവൈസിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. ഇതാണ് അൾട്രാ സ്റ്റഡി മോഡ്. ഇത് ബൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ബൊക്കയിൽ വെച്ചിട്ട് ഒരാളെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ കളേഴ്സ് ഇഷ്ടമുള്ള ഈ കളർ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പച്ച കളറുള്ളത് മാത്രമാണെങ്കിൽ, ഇതിപ്പോൾ റെഡ് ആയതുകൊണ്ട് കായ മാത്രം റെഡിൽ. ഇപ്പോൾ ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ കായ മാത്രം ഗ്രീനിൽ. ഗ്രീൻ കളറുള്ളത് മാത്രമേ ഇതിൽ റെക്കോർഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാമറ എടുത്ത ഫുട്ടേജൊക്കെ കണ്ടില്ലേ? ഫോട്ടോഗ്രാഫ് ആയാലും വീഡിയോ ആയാലും രണ്ടിനും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ്. അതേപോലെ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. മൈക്കിന് ഇൻറ്റേർണൽ മൈക്കാണ്. ഞാൻ ഒരു എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് മൊബൈൽ ഹോൾഡ് ചെയ്ത് അങ്ങനെ നടക്കുന്ന വീഡിയോ ആണ് ഷൂട്ട് ചെയ്തതും പിന്നെ ഫോട്ടോസ് എടുത്തതും ഒക്കെ അതിലാണ്. നമ്മളിപ്പോൾ നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് ക്യാമറ ഉപയോഗിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഇതിൽ പ്രോ മോഡിൽ പോയാൽ നല്ല കിടലിനായിട്ട് ഫോട്ടോസ് എടുക്കാനും പറ്റും. ഇതിൽ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈറ്റ് ബാലൻസ്, ISO, അപ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കിടലിനായിട്ട് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ഓവറോൾ ക്യാമറയ്ക്കും ഈ ഫോൺ അടിപൊളിയാണ്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് ആണ്. അതായത് സൂപ്പർ ഡാറ്റ് ചാർജറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 65 വാട്ട്സിൻ്റെ. കമ്പനി പറയുന്നത് 35 മിനിറ്റ് കൊണ്ട് ഇത് ഏകദേശം ഫുൾ ചാർജ് ആവുന്നതാണ്. 33% ചാർജ് ഉള്ളൂ ഇതിൽ. ഞാൻ ഇത് പ്ലഗ് ഇൻ ചെയ്യാൻ പോകണം. ഇതിൻ്റെ ചാർജർ ജസ്റ്റ് ഓൺ ആക്കിയിട്ടില്ല. ചാർജർ പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ളൂ. 33% ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ചാർജിങ് കയറണത് എങ്ങനെയാണ്. ഇതാ ചാർജ് കയറുന്നതാണ് കാണിക്കുന്നത്. ഓരോ സെക്കൻഡിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 35 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1% എന്നുള്ള ചാർജ് ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കഴിഞ്ഞു. ചാർജിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതിൽ ഉദിക്കുന്നില്ല. കാരണം ഓൾറെഡി ഇതിൽ 4500 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫാസ്റ്റ് ചാർജിങ് കൂടി ആകുമ്പോൾ നമുക്ക് ചാർജ് തീർന്നാൽ ഒരു 10-15 മിനിറ്റ് ചാർജ് ചെയ്ത് 50% മേലെ ചാർജ് ആകും. പോരാത്തതിന് ഇത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചാർജ് നിൽക്കും. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട്. കാരണം പെട്ടെന്നുള്ള ചാർജ് കയറും ചെയ്യും, അതേപോലെ തന്നെ ചാർജ് നിൽക്കുകയും ചെയ്യും ഇത്രയും mAh ഉള്ള ബാറ്ററി ആയതുകൊണ്ട്.
ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും പവർ പാക്ഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഉള്ളൊരു മൊബൈൽ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് 720 സ്നാപ്ഡ്രാഗൻ്റെ 7 സീരീസ് പ്രൊസസ്സർ, അതേപോലെ തന്നെ 4500 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജിങ്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോണാണിത്. ഇതല്ലാതെ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ 64 MP ക്വാഡ് ക്യാമറ, സോണിയുടെ സെൻസർ ഉള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച ഫോട്ടോയും അതേപോലെ തന്നെ വീഡിയോയും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി സാമ്പിൾസ് കണ്ടതാണ്. അടിപൊളി സ്റ്റെബിലൈസേഷൻ ഉണ്ട് വീഡിയോയിൽ. എല്ലാം കൊണ്ടും എന്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർക്കും വ്ളോഗേഴ്സിനും പറ്റിയ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു മൊബൈലിൻ്റെ മാക്സിമം എല്ലാ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും കവർ ചെയ്തെന്ന് ചോദിക്കുന്നത്. ഇതല്ലാതെ കൂടുതൽ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഉടനെ റിപ്ലൈ തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും 20,000 രൂപ ബഡ്ജറ്റ് ഉണ്ട്, ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നെബിളൊക്കെ എങ്കിൽ മാത്രമേ ഇതേപോലുള്ള പുതിയ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അതേപോലത്തെ റിവാർഡിംഗ് ആപ്പുകൾ, ടെക് ടിപ്സ്, ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ അൺബോക്സിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം.